വൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, കാരണം നമ്മൾ പലരും പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പലരുടെയും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് അവരുടെ മെസ്സേജ് സെന്ററിലേക്ക് കറക്റ്റ് സമയത്ത് മെസ്സേജ് നമ്മുടെ 4 അക്കം അല്ലെങ്കിൽ 6 അക്ക പിന്ന് അവിടെ കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടാറില്ല. ഓക്കെ, അതിങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ട്. അത് പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് KYCയും അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വീണ്ടും ഈ ഒരു മാസം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാർത്തയിൽ നമ്മൾ പയനിയേഴ്സ് എല്ലാം തന്നെ വളരെയധികം സൂപ്പർ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, അതായത് അത് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഫോൺ നമ്പർ വഴി മാത്രം. നേരത്തെ ഇപ്പോൾ നമുക്കത് ഇമെയിൽ വഴിയും വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇമെയിൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചും നമ്മുടെ പാസ്വേഡ് എങ്ങനെ വളരെ ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇമെയിൽ ഉപയോഗിച്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതാണ് വളരെയധികം ഈസി. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നെറ്റ് മാത്രം മതി. നമുക്ക് പിന്നെ 5 രൂപ വേണ്ട, മെസ്സേജ് സെൻഡ് ആകുന്നോ എന്നുള്ള പേടി വേണ്ട. അപ്പം മോർ കൺവീനിയന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമെയിൽ ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ അത് നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ മൈനിങ് ആപ്പ് എടുക്കുക. ഓക്കെ, മൈനിങ് ആപ്പ് എടുത്തതിന് ശേഷം അതിന്റെ ഏറ്റവും മുകളിലുള്ള 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രൊഫൈൽ കാണാം. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഇപ്പൊ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതിന്റെ ഫോൺ നമ്പർ ടിക്കുണ്ട്, ഫേസ്ബുക്ക് ടിക്കുണ്ട്, ഇമെയിലും ടിക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ ഇമെയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഇമെയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇമെയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേർക്ക് നമുക്കൊരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡിന് നേരെയുള്ള ആ നീല അക്കത്തിൽ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, പാസ്വേഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്, ഒരു പേജിലാണ് വന്നിരിക്കുന്നത്. അവിടെ അതിന്റെ താഴെ നമുക്കറിയാം, അവിടെ ഇമെയിൽ എന്നും കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഫോൺ നമ്പറിന് പകരം ഇമെയിലിലോട്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇമെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി വൈ നെറ്റ്വർക്കുമായി വെരിഫൈ ചെയ്തിട്ടുള്ള ഇമെയിൽ അവിടെ കാണിക്കും. ഓക്കെ, ആ ഇമെയിൽ അവിടെ കാണിക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. കണ്ടോ, കണ്ടിന്യൂ. അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ കാണിക്കുക, അടുത്ത പേജിൽ കാണിക്കുന്നത് വെരിഫിക്കേഷൻ ലിങ്ക് സെൻഡ് എന്ന് കാണിക്കും. ചെക്ക് യുവർ ഇൻബോക്സ് ഓൺ യുവർ ഡിവൈസ് ടു റീസെറ്റ് യുവർ പാസ്വേഡ്. അതായത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഇമെയിലിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്, ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോൺ എടുക്കുക, നമ്മുടെ ഫോണിലെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അതിന്റെ ഇൻബോക്സിലേക്ക് നമ്മൾ നോക്കുക. ഇൻബോക്സ് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും. പൈ നെറ്റ്വർക്കിന്റെ ഒരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ആ മെസ്സേജ് എടുക്കുക. ആ മെസ്സേജ് എടുത്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് 2 കോളം ഉണ്ടാവും. ആ 2 കോളത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, 2 കോളത്തിലും ഒരേ പാസ്വേഡ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. പാസ്വേഡ് സെറ്റ് ആവും, അപ്പൊ തന്നെ പാസ്വേഡ് സെറ്റ് ആവും. പിന്നെ വീണ്ടും നിങ്ങൾ കൺഫേം യുവർ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞു വരും. അത് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ മെയിലിൽ ക്ലിക്ക് ചെയ്ത് യെസ് ഇറ്റ് ഈസ് മൈ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടുണ്ടാവും.
പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ആവും. പിന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യണം. അത്രേ ഉള്ളൂ. നമുക്ക് മെയിൽ കൊടുത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ കൊടുത്താണ് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരെ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് പിന്നെ ഫോൺ നമ്പർ തന്നെ വരും. ഓക്കെ, അവിടെ കൺട്രി കാണും, ഫോൺ നമ്പർ കാണും. അപ്പൊ കൺട്രി എന്ന് പറയുന്നതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ +91 വരുന്ന രീതിയിൽ അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. താഴെ നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനുശേഷം മറ്റൊരു ഇത് വരും. അവിടെ പാസ്വേഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അവിടെ നിങ്ങളെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ SMS വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഫോൺ നമ്പർ വഴി. ഓക്കെ, അപ്പോൾ SMS വരുമ്പോൾ അവിടെ USA എന്ന് കൊടുത്തിട്ടുണ്ടാവും. യെസ്, അത് USA തന്നെയാണ്. പക്ഷെ നിങ്ങൾ പലതവണ SMS ഉപയോഗിച്ച് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കേണ്ട. പകരം നിങ്ങൾ ഇമെയിൽ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി അല്ല നിങ്ങൾ SMS ആണെങ്കിൽ വീണ്ടും ഓപ്പൺ SMS എന്ന് കൊടുക്കുക. USA ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പൺ SMS എന്ന് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ SMS കൊടുക്കുമ്പോൾ പ്രിപ്പയർ ടു സെൻഡ് SMS എന്ന് പറഞ്ഞു വരും. ഓക്കെ, അത് തന്നെയാണ്. നിങ്ങൾ വീണ്ടും ഓപ്പൺ SMS എന്ന് തന്നെ ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് വഴിയോ അയക്കണോ, മെസ്സേജ് വഴിയോ, ട്രൂ കോളർ വഴിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഫോണിലുള്ള എന്താ പറയുക, നമ്മുടെ മെസ്സേജ് ഇല്ലേ, അത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സിമ്പൽ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും 6 അക്കമുള്ള ഒരു കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ മെസ്സേജ് സെൻഡറിന്റെ നമ്പർ മേളിൽ കാണും. അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യാനില്ല, ആ വലതുവശത്ത് കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെസ്സേജ് സെൻഡ് ആവും. നമ്മുടെ കോഡ് സെൻഡ് ആയിട്ടുണ്ട്. താഴെ അപ്പോൾ 5 രൂപ നമ്മുടെ മെയിൻ ബാലൻസിൽ പോയി, ബാക്കിയുള്ള ബാലൻസ് ഒക്കെ അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ സേവ് ബട്ടൺ കാണിക്കുകയാണെങ്കിൽ സേവ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അപ്ഡേറ്റ് യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അവിടെ നേരത്തെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ 2 കോളം ഉണ്ടാവും. ആ 2 കോളത്തിലും നേരത്തെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന @12345 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പരും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേര്, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു കോഡ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും കൺഫേം യുവർ ഇമെയിൽ അഡ്രസ് എന്ന് ചോദിക്കും. നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. യെസ്, ഇറ്റ് ഈസ് മൈ ഇമെയിൽ അഡ്രസ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ ഓക്കെ, യുവർ പാസ്വേഡ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞു വരും. യുവർ പാസ്വേഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ലോഗ്ഡ് ഔട്ട് ഓൺ ഓൾ അതർ ഡിവൈസസ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഡിവൈസുകളിൽ നിന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ലോഗ് ഔട്ട് ആവും. പിന്നെ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുത്താലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 2 വഴിയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള വഴികൾ. അപ്പോൾ ഈ 2 വഴിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് ഇമെയിലാണ്. അപ്പോൾ എല്ലാവരും ഇമെയിൽ ഓപ്ഷൻ കിട്ടുന്ന എല്ലാവരും അടിയന്തരമായി നിങ്ങളുടെ നേരത്തെ സെറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അടിയന്തരമായി ഓക്കെ നിങ്ങൾ എല്ലാവരും പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത 1-2 വീഡിയോകൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് പൈ നെറ്റ്വർക്ക് ഇന്ത്യ. ഓക്കെ, തൊണ്ട വയ്യ, അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇടാത്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.